Good morning, welcome to Srikutti's official YouTube channel and Facebook page. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഹായ് ഗുഡ് മോർണിംഗ് ബേബി, എൻ്റെ ബഹളം കേട്ടിട്ട് അവൾ എണീറ്റത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനായിട്ട് ആണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഈ ഉറക്കത്തിൽ തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. രാവിലെ തന്നെ ഇന്നലെ തന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നിന്നിട്ട് രാവിലെ ഇത് എണീറ്റ ഉടനെ ഇത് ഓൺ ചെയ്തു. അപ്പോൾ ഏട്ടനില്ല, ഏട്ടൻ ലൊക്കേഷൻ നോക്കി രാമേശ്വരത്തോ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എണീക്കാനും ഒത്തിരി താമസിച്ചു. അവൾക്ക് സ്കൂളില്ല, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇപ്പോൾ ടൈം 8:30 ആയി കേട്ടോ, 8:28 ആയി. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ മോർണിംഗ് എണീക്കാറുണ്ട്, 5:45 എണീക്കാറുണ്ട്. അതെനിക്ക് വലിയൊരു രാവിലെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് സ്കൂൾ കാര്യങ്ങളില്ല, വീട്ടിൽ അല്ല, ഇവിടെ ആയതുകൊണ്ട് അമ്മയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് പിന്നെ ഫുൾ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എണീറ്റു. ഇനി എണീറ്റിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ, സാധാരണ രാവിലെ എണീറ്റ് ഉടനെ ഫോൺ എടുക്കും, നോക്കും. അതാണ് രാവിലത്തെ സ്ഥിരം പരിപാടി. ഇന്നിപ്പോൾ ഒരു ചേഞ്ച്, രാവിലെ എണീറ്റ് ഉടനെ ക്യാമറ ഓൺ ചെയ്തു, വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഫോൺ നോക്കാണ്ട് എണീക്കാൻ പറ്റില്ല. ഒരു 15 മിനിറ്റ്സ് എങ്കിലും എനിക്ക് ഫോൺ നോക്കണം. ഇപ്പോൾ ഹോളിഡേയ്സ് ആണെങ്കിൽ അതിലും നീളും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതെല്ലാം കുറേ സമയം വാച്ച് ചെയ്തിട്ടാണ് ബെഡിൽ നിന്ന് എണീക്കാറ്. ഫോൺ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതെല്ലാം നോക്കി കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. ആദ്യം ഞാനൊന്ന് ഫോണിൽ നോക്കട്ടെ പ്ലീസ്. ഗുഡ് മോർണിംഗ് ബേബി. മോർണിംഗ്. അവളും എൻ്റെ ബഹളം കാരണം എണീറ്റ്, അല്ലെങ്കിൽ അത് 10 മണിക്കൊക്കെ എഴുന്നേക്കും. 10 മണിക്ക് 11 മണിക്കൊക്കെ കിടന്ന് എഴുന്നേക്കും. ചിലപ്പോൾ എണീറ്റ് അങ്ങനെ ഉണർന്നങ്ങ് കിടക്കും. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ബഹളം കേട്ടവൾ എണീറ്റു. ഞാനൊന്ന് ഫോണിലൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഫോൺ നോക്കി കഴിഞ്ഞു. ഇനി അവൾ എണീറ്റാൽ അവൾക്ക് ഇതാ പരിപാടി, ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുക. രാവിലെ സ്കൂളിൽ പോവാൻ എഴുന്നേൽപ്പിക്കുന്നത് അങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഞാനും എണീറ്റു. എൻ്റെ കോലം കണ്ടോ, മുടിയൊക്കെ ഇങ്ങനെ മെസ്സിയായിട്ടൊക്കെ കിടക്കുന്നു. ചിലർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുടിയൊക്കെ രാവിലെ എണീറ്റുടനെ തന്നെ ഹെയറൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് നല്ല നീറ്റായിട്ടിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല. എൻ്റെ റിയാലിറ്റി ഇതാണ്. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രഷ് ചെയ്തൊന്ന് ഫ്രഷായി ഹെയറൊക്കെ കോംബ് ചെയ്ത് ഫ്രഷായിട്ട് വരാം. ബ്രഷൊക്കെ ചെയ്ത് ഹെയറൊക്കെ കോംബ് ചെയ്തൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഇത് കുളിക്കാൻ നനയ്ക്കൊന്നും ഇല്ലേന്ന്. കുളിക്കാൻ നനയ്ക്കൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. കുളിച്ച് നനച്ചിട്ട് റൂമിൻ്റെ വെളിയിൽ ഇറങ്ങുള്ളായിരുന്നു. ഇപ്പോഴും കുളിക്കൊക്കെ ചെയ്യും കേട്ടോ, ദിവസം കുളിക്കാറുണ്ട്. എത്ര ഭയങ്കര പനിയാണെങ്കിലും ഞാൻ കുളിക്കും. പക്ഷേ വീട്ടിലെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയെല്ലാം കഴിയുമ്പോൾ വിയർത്ത് നാശമാവും. പിന്നെ ഒന്നേന്ന് കുളിക്കേണ്ടി വരണത് കരുതിയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. എങ്കിലും ഞാനൊരു 11 മണിക്ക് മുന്നേ എന്തായാലും കുളിച്ചിരിക്കും. ഒത്തിരി ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ 12 മണി വരെ പോകുള്ളൂ. എന്തായാലും അതിനു മുന്നേ ഞാൻ എപ്പോഴും എന്നും കുളിച്ചിരിക്കും. അപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ ദിവസം കുളിച്ചിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങാറ്. വേറെ ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഫേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഒത്തിരി ദിവസമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാർലറിലൊന്നും പോകാറില്ല, വീട്ടിലെ ഹോം റെമഡീസാണ് ചെയ്യാറ്. അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് ഒത്തിരി ദിവസമാകും. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നീടൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് തന്നെ ഫേസിൽ പിടിക്കുമ്പോൾ ഹാർഡായിട്ടൊക്കെ ഒന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഒരുമാതിരി പാവം തോന്നുന്നു. കരുതി എന്തെങ്കിലും ഒരു സ്ക്രബ് ചെയ്തിട്ട് കുളിക്കാമെന്ന് കരുതി. വേറെ പണിയില്ലല്ലോ. അവിടെ ആണെങ്കിൽ ഭയങ്കര ജോലിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാനങ്ങ് തളരും. അതുകൊണ്ട് മടിയായതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ കരുതി ഒരു സ്ക്രബ് ചെയ്തിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ പോയി സ്ക്രബെല്ലാം ചെയ്തിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. സ്ക്രബ് ചെയ്യാൻ പോകാം. ഓക്കെ, ഞാൻ താഴേക്ക് വന്നു. ഒരു കപ്പ് വെള്ളം കുടിക്കാമെന്ന് കരുതുന്നു. അമ്മ ഭയങ്കര ജോലിയിലാണ്. ഇത് ശരിക്കും ആക്ച്വലി ഒരു ഉപ്പും മുളകും വീടാണ് കേട്ടോ. എപ്പോഴും അമ്മയും അച്ഛനൊക്കെ പറയും, ഇവിടുത്തെ ശരിക്കുമുള്ള ദിവസം എടുത്തിട്ടാൽ നിനക്ക് നല്ല വ്യൂവും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നു. അത്രയ്ക്ക് രസമുണ്ട് ഇവിടുത്തെ ബഹളമൊക്കെ. എന്നെന്തോ പാവയോ അമ്മ. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ്. ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്,
ഭയങ്കര ഗ്രാൻഡായിട്ടാണ്. ഇത് അച്ഛൻ്റെ അസിസ്റ്റൻറ്റ്. ഹായ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. രാവിലെ എത്തിയോ? ഇതാണ് നമ്മുടെ ഷായ ചേട്ടൻ, നമ്മളെ ചെല്ലത്തിന് മലയും കുഞ്ഞൻ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഷായ ചേട്ടൻ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് സ്ക്രബ് ചെയ്യാമെന്ന് കരുതുന്നു. വീട്ടിലാണെങ്കിൽ മുന്നേ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും ഒക്കെ ഒഴിച്ചിട്ട് കുടിക്കുമായിരുന്നു, വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ, പിന്നീട് എപ്പോഴെങ്കിലും കുടിക്കാറുണ്ട്. ഈ ചൂടുവെള്ളത്തിൽ ഉള്ള കുടി നിർത്തിയിട്ടാണ് ഇപ്പോൾ വെറും വെള്ളം രാവിലെ കുടിക്കുന്നത്. കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ കഴിക്കുന്നില്ല, കാരണം ഇന്നലെ നൈറ്റൊക്കെ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. ചിലപ്പോൾ ഭാവിയിൽ ഞാൻ കഴിച്ചേക്കാം. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞു. ഇനി ചെറിയൊരു സ്ക്രബ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ചായിരിക്കും. ഇനി പ്രത്യേകം അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സ്ക്രബ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രബായിരുന്നു കാണിച്ചത്, എന്തോ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും സ്ക്രബാണ് ചെയ്യുന്നത്. കാപ്പിപ്പൊടി, കടലമാവ് ഉണ്ട്. കാപ്പിപ്പൊടി ഇപ്പോൾ എപ്പോഴും ഇവിടെ സ്റ്റോക്കാണെന്നുണ്ട്. കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ്, പിന്നെ കുറച്ച് പാല്, ഇത്ര മാത്രമേ ഉള്ളൂ. അത് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചൊന്ന് സ്ക്രബ് ചെയ്തിട്ട് സുന്ദരിയായിട്ടൊക്കെ വരാം. കാപ്പിപ്പൊടിയും കടലമാവും പാലുമാണ് കേട്ടോ ഈ മിക്സ്. ഇത് നമുക്ക് മുഖത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് സമയം ഉണങ്ങാൻ വിടുക. ഉണങ്ങിയിട്ട് നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. ഇപ്പം നമുക്ക് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. ഒരു സൈഡ് തന്നെ നന്നായിട്ടൊരു 15 മിനിറ്റ്സ് മസാജ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് മസാജ് ചെയ്ത് നല്ലൊരു സ്ക്രബാട്ടോ ഇത്. ഈ കാപ്പിപ്പൊടി, അത് ഈ തരിതരിയുള്ള കാപ്പിപ്പൊടി തന്നെ എടുക്കുക. കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഈ ഫേസിൽ ഇങ്ങനെ റഫ്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ്സോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഉണങ്ങിയിട്ട് നമുക്ക് പോയി കുളിച്ചിട്ട് വന്ന് കാണാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ഇതിനിടയ്ക്ക് ഇനി ഫോൺ കുറച്ച് സമയം ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കും. വേറൊരു പരിപാടിയില്ല, ഫോൺ കാണുക, ഇത് തന്നെ വേറൊരു ജോലിയില്ല. അപ്പോൾ ഇതിട്ട് ഉണങ്ങി കുളിച്ചിട്ട് വന്ന് നമുക്ക് കാണാം. കുളിച്ച് കഴിഞ്ഞു, സ്ക്രബൊക്കെ പോയി കുളിച്ചു, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. ഇന്നലത്തെ കുറച്ച് പിന്നെ ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമാണെങ്കിലും വലിയ രീതിയിൽ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ആക്ച്വലി. അപ്പോൾ ഇനി എനിക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോസ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമാവും. അപ്പോൾ ലഞ്ചെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് ലഞ്ച് നല്ല ഐറ്റംസ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ലഞ്ചും സ്കിപ്പ് ചെയ്യും. അപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് ഞാൻ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാം. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, എന്താ നെഞ്ച് വേദന എന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവറാണല്ലോ ഞാൻ, ഡ്രൈവറാണ് ഞാൻ. അപ്പോൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. എല്ലാവരും റെഡിയായി, അമ്മയച്ഛനും ഒക്കെ റെഡിയായി. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാനും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം നമുക്ക്.
ഹോസ്പിറ്റലിലെല്ലാം പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് അമ്മ ഫുഡൊന്നും ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് അമ്മ ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നു പറയും, പക്ഷേ കള്ളി ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. വേറെ പ്രശ്നമൊന്നുമില്ല, ഗ്യാസിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി. ഞങ്ങൾ പോയത് സാന്ത്വനയിലാണ്. സാന്ത്വനയിൽ അമ്മയുടെ സ്ഥിരം ഡോക്ടറുണ്ട്, നമ്മുടെ ഡോക്ടർ സലീം. പുള്ളി ENT ഡോക്ടറാണെങ്കിലും അമ്മയ്ക്ക് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ കണ്ടാലേ സമാധാനം വരും. ഞങ്ങൾ ഒത്തിരി വർഷം, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഉള്ളൊരു പരിചയമുണ്ട് ഡോക്ടറുമായിട്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് നേരെ എല്ലാവരും മട്ടൻ ബിസ്മി ഹോട്ടൽ, റജീല ഹോട്ടലിനൊക്കെ പറ്റി ഒത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങാറ്, അവിടെയും പോയി വാങ്ങാറുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കരമന കൊച്ചണ്ണൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. മട്ടൻ്റെ ഒത്തിരി വെറൈറ്റീസ്, മട്ടൻ അവിടെ മട്ടൻ്റെ ലിവർ, മട്ടൻ്റെ മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, ബ്രെയിൻ, നല്ലി, എല്ലാ സാധനങ്ങളും മട്ടൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഒത്തിരി നമുക്ക് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുമാണ്, ഒത്തിരി വലിയ പ്രൈസൊന്നും ആവില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് പൂജപ്പുര ഞങ്ങൾ കൊച്ചണ്ണൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞ് കണ്ടു. അങ്ങനെ കയറിയപ്പോൾ അവിടത്തെയാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ അതേ സെയിം ആണ്. എനിക്ക് തോന്നുന്നു ബ്രദേഴ്സാണ് രണ്ടുപേരും. അവിടുത്തെ പഴയ ഉണ്ടായിരുന്ന ഷോപ്പ് അവർ പൊളിച്ചിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്തോ അവർ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും അവിടെ ഉണ്ട് ഷോപ്പ്, എങ്കിലും ഇത് പുള്ളിയുടെ അനിയനോ അങ്ങനെ എന്തോ ആണ്. ഇങ്ങോട്ടേക്ക് മാറി ഞങ്ങൾ ഇവിടെ വന്നു. കൊച്ചണ്ണൻസ് ഹോട്ടൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു. എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. ഞങ്ങളെ പപ്പിയില്ലേ, പപ്പിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഇവിടെ നിന്ന് ഇങ്ങനെ പപ്പിക്ക് മട്ടനൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ഇരുന്ന് കഴിക്കുന്നില്ല, പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നു. 3 മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചിക്കൻ ബിരിയാണി ഇല്ലാന്ന് തോന്നുന്നു. മെയിൻ കൊച്ചണ്ണൻ സാഹിബ് ഹോട്ടൽ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് വെറും കൊച്ചണ്ണൻ ഹോട്ടലാണ്. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി, പിന്നെ ഒരു മട്ടൻ റോസ്റ്റ്, ഒരു ലിവർ റോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. മട്ടൻ കറി 150 റുപ്പീസ്, മട്ടൻ റോസ്റ്റ് 150, ലിവർ റോസ്റ്റ് 150, ബ്രെയിൻ 150, നല്ലി 150. പിന്നെ മീൽസ് ഇന്നിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. സൂപ്പുണ്ട്. മട്ടൻ ബിരിയാണി 180 ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ വിവര പട്ടികകൾ. എന്തായാലും നമുക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ട് പോയി കഴിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ പോലെ കൊച്ചണ്ണൻ സാഹിബിൻ്റെ അവിടുത്തെ ടേസ്റ്റ് ഉണ്ടോ ഇവിടെ നിന്ന് നോക്കാം. അവിടെ നല്ല ടേസ്റ്റ് ആട്ടോ, ഞങ്ങൾ അവിടെ പോയി കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം ഭയങ്കര പ്രൈസ് കുറവാട്ടോ. ഈ ബിസ്മിലും റജീലിലൊക്കെ ഇപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കാണ്. ഇവിടെ മറ്റേ കൊച്ചണ്ണൻ സാഹിബിൻ്റെ കടയിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇപ്പോൾ തിരക്കില്ല. അപ്പോൾ അവിടുത്തെ സെയിം ടേസ്റ്റാണ്, സെയിം കാര്യങ്ങളാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് അവരുടെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. തോന്നുന്നു ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. അത് പ്രത്യേകം മാറ്റി വെച്ചിരുന്നതുകൊണ്ട്. യെസ്, അത് ചിക്കൻ ബിരിയാണി. എനിക്കും അവർക്കും ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ, എനിക്ക് മട്ടനെക്കാട്ടി ഫേവറേറ്റ് ചിക്കനാണ്, അവൾക്കും ചിക്കനാണ്. ഇത് കൈമ റൈസാട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. വേറെ നെക്സ്റ്റ് ഐറ്റം എന്ത് സാധനം, എനിക്ക് തോന്നുന്നു ലിവർ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ലിവർ റോസ്റ്റ്. തുറക്ക്. ലിവർ റോസ്റ്റ്. ഓക്കെ, നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാട്ടോ. ലിവർ റോസ്റ്റ് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അടുത്ത സാധനം മട്ടൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. മട്ടൻ ബിരിയാണി. യെസ്, അത് മട്ടൻ ബിരിയാണി. ഇനി 2 പാക്കറ്റ് മട്ടൻ ബിരിയാണിയുടെ ഉണ്ടാവും. ഒരു ചിക്കൻ റോസ്റ്റ്, മട്ടൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും വേറെ 2 മട്ടൻ ബിരിയാണി. ചിക്കൻ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ചിക്കൻ റോസ്റ്റ് പറഞ്ഞിരുന്നു. അത് മട്ടൻ റോസ്റ്റാണ് കേട്ടോ. അതും വളരെ ക്വാണ്ടിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, ഇത് ഇത്രയാണ്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ. ആദ്യം ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. കുഴപ്പമില്ല, ദം ബിരിയാണി അല്ല, പക്ഷേ ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല.
ഇങ്ങോട്ട് ആ മട്ടൺ റോസ്റ്റാണ്. കുഴപ്പമില്ല, വലിയ അത് ലിവറാണ്. അതും ഓക്കെ, കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. എല്ലാവരും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കഴിക്കട്ടെ കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് തളർന്നിരിക്കുകയാണ്. ഞാനും മോളും കൂടെ ഒരു ബിരിയാണിയാണ് ഷെയർ ഇട്ട് കഴിച്ചത്. കാരണം അവളെന്തായാലും ഒരെണ്ണം ഫുള്ള് കഴിക്കില്ല, അപ്പോൾ അത് ബാലൻസ് വരും. പിന്നെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് അത് 50-50 ആക്കാമെന്ന് കരുതി. പിന്നെ സാധാരണഗതിയിൽ ഒരു ബിരിയാണിയൊക്കെ ഞാൻ ഒറ്റയിരിപ്പിനിരുന്ന് കഴിക്കും. പക്ഷെ ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് അതിന് 50-50 ആക്കി കഴിക്കുകയാണ്. ബിരിയാണി കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. എനിക്ക് പക്ഷേ ആ റോസ്റ്റ് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി മൈ പേഴ്സണൽ ഇഷ്ടം അതിലെനിക്കിഷ്ടപ്പെട്ടില്ല. ബിരിയാണി കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ ചോറൊക്കെ കുഞ്ഞു ചോറാണ്. ഡയറി മിൽക്ക് വന്നു, നേരത്തെ കിട്ടില്ല. ഡയറി മിൽക്ക് നമ്പർ ഫുള്ള് കഴിക്കേണ്ട കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രാവശ്യം ഒരു ബൈറ്റില്ല. അവളുടെ ബർത്ത്ഡേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് വലിയ ബോക്സ്. അവൾ 3 ഫ്രണ്ട്സിനെ വിളിച്ചു, പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ ബോക്സ് നിറച്ച് ചോക്ലേറ്റ്സ്, ഡയറി മിൽക്കും കിറ്റ്കാറ്റും മഞ്ച് 5 സ്റ്റാറൊക്കെ ആയിട്ട് വലിയൊരു കാബോർഡ് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വ്ളോഗ് ചെയ്യണമെന്ന് കരുതിയാണ്. പിന്നെ വേണ്ട മടിച്ചു. ഇപ്പോൾ കരുതുന്നത് ചെയ്യാനുള്ളതായിരുന്നു. ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ്. കുറച്ച് കുഞ്ഞ് ബൈറ്റ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഏട്ടൻ വന്ന് വിളിച്ചിട്ട് പോകാമെന്നാണ്, വിളിച്ചുകൊണ്ടിങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്ക് സച്ചു വീട്ടിൽ വന്നു. സച്ചു അനിയത്തിയുടെ ഹസ്ബൻഡ്, അവൻ വീട്ടിൽ വന്നു. അവൻ്റെ വീട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. അപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അവൻ്റെ വീടും നമ്മുടെ വീടും തമ്മിൽ. അപ്പോൾ അവൻ വന്നപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങളിങ്ങ് പോന്നു. കാരണം ഇനി ഏട്ടൻ അങ്ങ് വരണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് ആക്കിത്തരാമെന്ന് സച്ചു പറഞ്ഞു. അങ്ങനെ സച്ചുവിനോടൊപ്പം ഇങ്ങനെ വന്നു. അതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയായപ്പോൾ ചായയൊക്കെ കുടിച്ച് ഒരു ബട്ടർ ബൺ കഴിച്ചിട്ട് അവൻ തിരിച്ചപ്പോൾ ഇങ്ങനെ തിരിച്ച് കൂടെ വന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അവൻ വന്നിരുന്ന് കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങ് മറന്നുപോയി. അപ്പോൾ വീട്ടിൽ വന്നു. ഇനി ഇവിടെ മുറ്റമൊക്കെ ആകെ കരിയിലേക്കായിട്ട് കിടപ്പുണ്ട്. ഇവിടെ രാവിലെ മഴയൊക്കെ പെയ്തു, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ച് വാരണം. മുറ്റം അടിച്ച് വാരിയിട്ട് ചായയൊക്കെ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് വന്നു. ഇനി വേറെ പണിയൊന്നുമില്ല. രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ചെറിയ പരിപാടി ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും ഇന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങും. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. ആദ്യം ഞാൻ മുറ്റം ഒന്ന് അടിച്ച് വാരട്ടെ കേട്ടോ. ഇവിടെ നമ്മുടെ വീടിനടുത്ത് ഒരുപാട് കുട്ടി പട്ടാളംസ് ഉണ്ട്. അതിലൊരാളെ ഇപ്പം പരിചയപ്പെടുത്തി തരാവേ. ഇതാണ് തേനു. ഹായ് പറ തേനു. നമ്മുടെ തേനു നല്ല വെറൈറ്റി പേരല്ലേ തേനു. ശരിക്കുള്ള പേര് രക്ഷിത അല്ലേ? രക്ഷിതയാണ് ശരിക്കുള്ള പേര്. നമ്മുടെയൊക്കെ തേനു നമ്മുടെ വേദക്കുട്ടിയുടെ ഫ്രണ്ടാണ്. ഇവിടെ മാത്രമല്ല, ഒത്തിരി പിള്ളേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും കറങ്ങി നടക്കുകയാണെന്നുണ്ട്, ആരെയും കാണാത്തതാണ്. അപ്പോൾ തേനു ശരിക്കും തേനുവിൻ്റെ അമ്മൂമ്മയുടെ സ്ഥലമുണ്ട് ഇവിടെ. തേനു കൊല്ലത്താണ്. കൊല്ലത്തുനിന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തേനു വെക്കേഷൻ അമ്മൂമ്മയുടെ അടുത്ത് കൂടാനായിട്ട് തേനു വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തേനുവിനെ ഇപ്പോൾ കണ്ടത്. കോവിഡ് ടൈമിലൊക്കെ തേനു ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും കൂടെ ഒരു മറിച്ചിലായിരുന്നു കോവിഡ് ടൈം അല്ലേ തേനു? മുറ്റമൊക്കെ അടിച്ച് വാരി. എനിക്കിനി കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ അരി ഉഴുന്നും അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അരി ഉഴുന്നും അരച്ചിട്ട് സാധാരണ ഞാനും അരി ഉഴുന്നും അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി വളരെ മോശമാണ്, കല്ലുപോലെ ഇരിക്കും. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിലൂടെ അരിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മദറിൻലോ ഹസ്ബൻഡിൻ്റെ അമ്മ അരയ്ക്കും കേട്ടോ. ഹസ്ബൻഡിൻ്റെ അമ്മയും ചേച്ചിയും നാത്തൂൻ ഏട്ടൻ്റെ സിസ്റ്ററും അമ്മയും അരയ്ക്കും.
ഇഡ്ഡലിയൊക്കെ നല്ല ഇങ്ങനെ പൂ പോലെ ഇരിക്കും. അതെങ്ങനെയാണെന്നറിയില്ല. അത് ചോദിച്ചിട്ട് ഞാനിവിടെ അരച്ചാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല സാധാരണ. അപ്പോൾ എനിക്ക് മറ്റന്നാൾ ഷൂട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഞാൻ അവിടെ പോയി നിൽക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം മുതൽ അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ, മോളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ച് നല്ലൊരു മകളാകാമെന്ന് കരുതി അരി ഉഴുന്നും അരയ്ക്കാനായിട്ട് പോവാണ്. അരി ഉഴുന്നും അരച്ചിട്ട് പിന്നെന്താ കുറച്ച് തുണികൾ മുകളിൽ അടുക്കാനായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വീട്ടു പരിപാടികളുണ്ട്. ഇപ്പോൾ നമുക്ക് അരി ഉഴുന്നും അരയ്ക്കാം. ഞാനിത് ഇന്നലെ കുതിർത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ച് ഇനി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി ഉഴുന്നും അവിടെ കിടന്ന് അരയിട്ടെ. അപ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് ചീകി നല്ല വൃത്തിക്ക് കെട്ടിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മുകളിൽ കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ട്. അതൊന്ന് മടക്കി വയ്ക്കാം. അപ്പോഴേക്കും അരി ഉഴുന്നൊക്കെ അരഞ്ഞ് കിട്ടും. സാധാരണ ചെടിക്ക് കൂടെ വെള്ളം ഒഴിക്കുന്നൊരു പതിവുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ നന്നായിട്ട് മഴ പെയ്തു, നനഞ്ഞ് കിടക്കുക. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഒഴിക്കേണ്ട കാര്യമില്ല, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ആ ജോലിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ശരിക്കും പറയാൻ ഒരു മടിച്ച കേട്ടോ, ഭയങ്കര മടിച്ച. ചെയ്യും എങ്കിലും ഒരു മടിയുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലത് എന്നുള്ളൊരു ഭാവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുകളിൽ പോയി കുറച്ച് തുണികളൊക്കെ മടക്കാറുണ്ട്, മടക്കിയിട്ട് വരാം. കണ്ടോ, ഇത്രയും തുണികൾ എനിക്ക് മടക്കി വയ്ക്കാനുണ്ട്. ഇത്രയൊന്നുമില്ല കേട്ടോ, അതായത് ഇതിനടിയിൽ പാവയൊക്കെയാണ്. അപ്പോൾ ഇത് ഇത്രയും വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണഗതിയിൽ ഇത്രയും വരുന്നത് വരെ ഇട്ടേക്കാറില്ല. അന്നോടെന്നുള്ളത് അന്ന് തന്നെ മടക്കി വയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നില്ല. മെനിങ്ങാത്തതും എല്ലാം കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. അതെല്ലാം മുകളിൽ നിന്ന് എടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് വന്നത്. അപ്പോൾ ഇതൊന്ന് മടക്കി വയ്ക്കാവേ. ഇനി നമ്മളൊന്ന് കറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായി. ഇനി നമ്മളൊന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ പൂജപ്പുര നവരാത്രി മഹോത്സവത്തിൻ്റെ ഇതൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി, അവിടെ നേരത്തെ പോയായിരുന്നു. ചുമ്മാ വണ്ടിയിലൊന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് വരാമെന്നായിരുന്നു.
വീണ്ടും എനിക്കിന്ന് റെസ്റ്റ് ഡേ ആണ് കേട്ടോ. വീണ്ടും ഞങ്ങളൊരു മട്ടൻ കടയിൽ എത്തിയിട്ടുണ്ട്. പുട്ടും മട്ടനും. അപ്പോൾ ഞങ്ങൾ ഒറട്ടിയും പൊറോട്ടയും മട്ടനും വാങ്ങിയിട്ടാണ് വന്നത്. ഇത് ഇന്നത്തെ പരിപാടി ഇല്ല കേട്ടോ, ഇങ്ങനെ മട്ടൻ വാങ്ങി വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ വല്ലപ്പോഴും ഉള്ള പരിപാടി. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിക്കേണ്ടെന്ന് കരുതിയിരുന്നത്, ഞാൻ സാധാരണ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊന്നും നോക്കുന്നുണ്ട്. അനീതയുടെ കല്യാണത്തിന് ശേഷം ഒട്ടും അങ്ങോട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നൊന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, പിന്നെ ചായ ബട്ടർ ബണ്ണൊക്കെ കഴിച്ചൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴേക്കും ഒരു ഉറട്ടി ബാക്കി വന്നു. പിന്നെ കരുതി കഴിക്കാമെന്ന്, പിന്നെ കൺട്രോൾ പോയി. അപ്പോൾ കഴിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പോയി ഞങ്ങൾ ഉറങ്ങും. 10 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഞാൻ ഉറക്കമാകും. ഉറക്കമായിട്ട് രാവിലെ മോൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 5:45 ആകുമ്പോൾ എഴുന്നേക്കും. അല്ലെങ്കിൽ വീണ്ടും 8-9 മണിയാകും. ചിലപ്പോൾ രാവിലെ ഉണർന്ന് കിടക്കും, അങ്ങനെ ബെഡിൽ തന്നെ കിടക്കും. 8-9 മണിയൊക്കെ ആയിട്ട് പിന്നെ എണീക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.